പല ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ നിന്നും പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് വിധേയനായിട്ടും പരാജയപ്പെട്ടു പോയ ഡോക്ടർ ജോൺസ് കെ മംഗലം എന്ന ഞങ്ങളുടെ ജോൺസൺ മാഷ് 36-ാമത്തെ വയസ്സിലാണ് മദ്യാസക്തി ഒരു രോഗമാണെന്ന് തിരിച്ചറിയുന്നത്. പിന്നീട് മദ്യവിമുക്തി നേടിയ അദ്ദേഹം ആൽക്കഹോളിസം എന്ന് പറഞ്ഞ അസുഖത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും തൻ്റെ തിരിച്ചറിവുകൾ കൊണ്ട് ഏതൊരു രോഗിയെയും തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി ആ ചിന്തകളിലൂടെ സൃഷ്ടിച്ചെടുത്തതാണ് പുനർജനി ഡി അഡിക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്റർ എന്ന ഈ മഹാപ്രസ്ഥാനം. അമിത മദ്യപാനിയായി അലഞ്ഞു നടന്നിരുന്ന ജോൺസൺ മാഷ് ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനും റാങ്കുകാരനും ഫിലോസഫിയിൽ ഡോക്ടറേറ്റും LLB ബിരുദധാരിയും കൂടാതെ തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ ഫിലോസഫി വിഭാഗം മേധാവിയുമായിരുന്നു എന്നറിയുമ്പോഴാണ് നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുന്നത്. 21 ദിവസം മാത്രമുള്ള പുനർജനിയിലെ ട്രീറ്റ്മെൻറ്റ് കാലയളവിൽ മദ്യം നിർത്തുവാനായിട്ട് മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടി സപ്പോർട്ടിംഗ് ആയിട്ട് അഭ്യംഗധാര പോലെയുള്ള ആയുർവേദ തെറാപ്പികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡോക്ടർ അഭ്യംഗധാര പോലെയുള്ള ആയുർവേദ തെറാപ്പികൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്? പലപ്പോഴും മദ്യം വിടുന്ന സമയത്ത് പേഷ്യൻസിന് ഉറങ്ങാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് കാണാറുണ്ട്. അപ്പോൾ ശാരീരിക മാനസിക പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന കണ്ടീഷനിലായിരിക്കും മിക്ക ആൾക്കാരും. അപ്പോൾ അവർക്ക് റിലാക്സേഷന് വേണ്ടിയിട്ടും ഉറക്കമൊക്കെ ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ധാര അഭ്യംഗം പോലെയുള്ള ചികിത്സകളൊക്കെ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ അഭ്യംഗവും ധാരയും മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചികിത്സയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മളൊരു 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻ്റെ ബ്ലഡ് ടെസ്റ്റ് എടുക്കും. അതിനുശേഷം പേഷ്യനോട് സംസാരിച്ച് പേഷ്യൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സുകൾ നമ്മൾ അവർക്ക് നിർദ്ദേശിക്കാറുണ്ട്. അവർ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താറുണ്ട്. യോഗ, മെഡിറ്റേഷൻ, ആയുർവേദ തെറാപ്പികൾ, വീഡിയോ ക്ലാസ്സുകൾ, കൗൺസിലിംഗ് സെഷൻസ്, മെൻ്റൽ ആക്ടിവിറ്റീസ്, ഈ രീതിയിലാണ് പുനർജനയിലെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും അത്യാവശ്യമുള്ള 20 പേർക്ക് മാത്രമേ നമ്മളൊരു സമയത്ത് അഡ്മിഷൻ കൊടുക്കുള്ളൂ. മറ്റുള്ള ഡി അഡിക്ഷൻ സെൻ്ററുകളെ പോലെ പൂട്ടിയിട്ടോ കെട്ടിയിട്ടോ ജയിലിലടച്ചോ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചക്ഷൻസ് കൊടുത്തോ ചികിത്സിക്കുന്ന രീതിയല്ല പുനർജനയിലുള്ളത്. നമ്മളവരെ ഫ്രീ ആക്കിയിട്ടാണ് വിട്ടിരിക്കുന്നത്. ഫോൺ ഉപയോഗിക്കാം, വിസിറ്റേഴ്സിൻ്റെയും കാണാം, TV കാണാം, ബുക്ക് വായിക്കാം, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ഉറങ്ങാനായിട്ട് ഉപയോഗിക്കുന്നത് സെപ്പറേറ്റ് ഡോർമെട്രികളാണ്. സ്ത്രീകൾക്കൊരു സെക്ഷൻ, പുരുഷന്മാർക്കൊരു സെക്ഷൻ. ഡോർമെട്രി ലൈഫ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. മുൻധാരണകളില്ലാതെ മറ്റെല്ലാം മാറ്റിവെച്ച് ത്യാഗമനോഭാവത്തോടു കൂടി പുനർജനയുടെ ട്രീറ്റ്മെൻറ്റിനെ സമീപിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും മദ്യവിമുക്തമായ ഒരു ജീവിതം പുനർജനി നിങ്ങൾക്കായി വാഗ്ദാനം ചെയ്യുന്നു.